എന്തോരം അടിപൊളി കൂട്ടുകാരെ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വാണിയമ്പലം കർത്തേനി കസവ പാരഡൈസിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ഇഫ്താറിനായിട്ട് കസവ പാരഡൈസ് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ ഇങ്ങോട്ട് നോക്കി അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ഇഫ്താറിനായിട്ട് കസവ പാരഡൈസ് ഒരുക്കിയിരിക്കുന്ന റെസ്റ്റോറന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് കണ്ടു നോക്കാം. ഇരിക്കാൻ ഒരുപാട് സീറ്റിംഗ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സൗകര്യമാണ്. അപ്പൊ ഇവിടെ ഒരു ബൊഫേ സിസ്റ്റം ആണ് കേട്ടോ വരുന്നത്. അപ്പോഴേ അടുത്ത സ്ഥലം ഈ ഹാളാണ്. ഹാളിലേക്ക് നമുക്ക് പോയോക്കാം. വരി. അപ്പോഴേ നമ്മള് ഹാളിന്റെ അടുത്തെത്തിക്കണം കേട്ടോ. വരി. അല്ല എന്തോ ഒരു അടിപൊളിയാണോ. നല്ല വലിയൊരു ഹാളാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഇഫ്താർ വിരുന്ന് സെറ്റപ്പ് ആക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ അതിന് പറ്റിയ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. നല്ല വലിയൊരു ഹാളാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പൊ മക്കളെ നിങ്ങളെല്ലാം കണ്ടില്ലേ, അടിപൊളിയല്ലേ? അപ്പൊ ഇഫ്താറിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നോളി, ബുക്ക് ചെയ്തോളി. ഇതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കോണ്ടാക്റ്റിൽ കൊടുക്കട്ടോ. അപ്പൊ എല്ലാരും വിളിക്കുക, വരിക, അടിച്ചു പൊളിക്കുക ഇഫ്താർ. ഇവിടെ വരുന്ന പുരുഷന്മാർക്ക് ആണുങ്ങൾക്കൊക്കെ നിസ്കരിക്കാൻ ഇത് അടിപൊളി സെറ്റപ്പ് നിസ്കാര റൂമുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ സ്ത്രീകൾക്കും നിസ്കരിക്കാന് അപ്പുറത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ നോമ്പിന്റെ ഈ ചൂട് കാലത്ത് നമ്മൾ ഒരു ദിവസമെങ്കിലും കസവ പാരഡൈസിൽ വന്നിട്ട് ഇഫ്താറിൽ പങ്കെടുക്കുക, ഇഫ്താർ ആഘോഷിക്കുക. നല്ല തണുത്ത കാറ്റാണ്, നല്ല ചൂടൊക്കെ കുറവാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ അത് കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തോളൂ കേട്ടോ. പെട്ടെന്ന് നോമ്പ് 30 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നോമ്പ് പോവും. അപ്പോൾ ഇവിടെ എങ്ങനെയായിട്ടാണ് നമ്മളെ ഹട്ടുകൾ വരുന്നത് കേട്ടോ. അപ്പം നമ്മളൊക്കെ കുട്ടികളെയും കൊണ്ട് എല്ലാം ടൂർ പോകൂലേ, ദൂരത്തേക്കൊക്കെ ടൂർ പോവും. നോമ്പിന് ആരും അങ്ങനെ പോകൂല. അങ്ങനെ നമുക്ക് സൗകര്യപ്പെട്ടൊരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് നമ്മൾ പോകാത്തത്. ഇത് ഇവിടെ നിങ്ങളിത് വന്ന് കണ്ടോക്ക് വേണ്ടിട്ടോ. കാണണ്ട, നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. ഈ വീഡിയോയിൽ കാണുന്ന അതിലേറെ രസമാണ് കേട്ടോ. ഇവിടെ നോമ്പ് തുറക്കാൻ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്താണെന്ന് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ കുറേ ദൂരത്തു നിന്നാണ് വരുന്നതെങ്കിൽ ബേജാറാകണ്ട. നിങ്ങൾക്ക് താമസിക്കാനുള്ള റിസോർട്ട് അവിടെ വേറെ ഉണ്ട്. എല്ലാ സൗകര്യമുണ്ട്. നമുക്കൊരു വീട്ടിൽ നിൽക്കും പോലെ നിന്നിട്ട് ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ, നിസ്കരിക്കാനാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനാണെങ്കിൽ എല്ലാ റൂമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ആരും തന്നെ നോമ്പിനൊന്നും കുട്ടികളും കൊണ്ട് എയിലും പോകില്ല. വെയിലാണ്, ചൂടാണ് കാരണം മാറി നിൽക്കില്ലേ. അപ്പോൾ നമ്മൾ ഇവിടേക്കൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനൊക്കെ വരിക. നോമ്പ് തുറന്നിട്ട് പിന്നെ ക്ഷീണമായിട്ട് നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുക. അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട് ഈ കസവ പാരഡൈസിൻ്റെ. അപ്പോൾ ആ റിസോർട്ടിൽ താമസിക്കട്ടോ. അപ്പോൾ ഒരൊറ്റ ഫാമിലിക്കാണ് ഇതിങ്ങനെ കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഫ്താർ വിരുന്ന് ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒരുപാട് ഫാമിലിക്ക് വന്ന് ഇവിടെ ആഘോഷിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഒറ്റ ഫാമിലിക്ക് മാത്രമാണ് വരാൻ പറ്റുന്നത് വെച്ചെങ്കിൽ അങ്ങനെ വരാം. അങ്ങനെ താമസിക്കാൻ റിസോർട്ട് ഇവിടെ ഉണ്ട്. അതിനൊന്നും ബേജാറാകണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നോക്കിയിട്ടോ. വിളിച്ച് നോക്കിയിട്ട് ഒന്ന് ചോദിച്ചോളി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ലൊരു വൈബാണ്. നമുക്ക് നോമ്പെടുത്ത് ക്ഷീണിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കോൺടാക്റ്റ് നിങ്ങൾ വിളിച്ച് ചോദിക്കുക, ഇഷ്ടമാവും. ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു കാറ്റും തണുപ്പൊക്കെയാണ് ഇവിടെ. വെയിലിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പൊക്കെയാണ്. നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ നല്ല രസമാണ് ഇവിടെ. രാത്രിയാണ് കേട്ടോ രസം, കാരണം ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല രസമാണ്. നിങ്ങളെ നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ നല്ല രസമാണ് കേട്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ അങ്ങനെയുള്ളൊരു ഏരിയ ആണ് ഇവിടെ, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സും ഒക്കെ ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്.